ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇന്ത്യ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ നോർത്ത് സൈഡൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ശരി, എന്നാൽ അങ്ങനെ ഒരു ട്രിപ്പ് പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ ഇവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് ഞാൻ ബോംബെയിലേക്ക് പോകുന്നത് ഫ്ലൈറ്റിനാണ്. ബോംബെയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇനി എവിടെ പോകണം എന്ന് നോക്കുമ്പോഴാണ് ഞാനിങ്ങനെ അവിടുന്ന് കൊൽക്കത്ത പോകണോ അതല്ല അഹമ്മദാബാദ് പോകണോ അങ്ങനെ ഇങ്ങനെ എടുത്ത് ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഒരു ഐപാഡ് മാത്രമാണ്. ഐപാഡിൽ എടുത്തിട്ട് ഞാനിങ്ങനെ നോക്കുകയാണ് ഏത് ഡയറക്ഷനിലേക്ക് പോവാം. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ സോളോ ഒറ്റയ്ക്ക്. അപ്പോൾ അവിടുന്ന് പോർബന്ദർ, ദ്വാരക, കച്ച്. അപ്പോൾ ഞാനിങ്ങനെ ആ സമയത്താണ് അമിതാഭ് ബച്ചൻ, അദ്ദേഹത്തിൻ്റെ ബച്ചൻ സാറിൻ്റെ സൗണ്ടിൽ കച്ച് നഹി ദേക്ക തു കുച്ച് നഹി ദേക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഞാനിങ്ങനെ ഒരു ആഡ് കണ്ടു. എന്നാൽ ശരി, കച്ച് കാണാൻ പോവാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ കച്ച് കാണണമെങ്കിൽ നമ്മൾ അഹമ്മദാബാദിൽ പോകണം. അപ്പോൾ ഞാൻ അവിടുന്ന് പിന്നെ എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ യാത്രയുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഞാൻ ഈ കച്ചിൽ പോകാൻ തീരുമാനിക്കുന്നു. അതിന് ഓൺ ദ വേ നമുക്ക് എവിടെയൊക്കെ പോകാം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് പോർബന്ദർ. ഓക്കെ, ഗാന്ധിജി ജനിച്ച സ്ഥലം നമ്മൾ കുട്ടിക്കാലം തൊട്ട് പഠിക്കുന്നതാണ്, എന്നാൽ പോർബന്ദർ കാണാം ആദ്യം. അങ്ങനെയാണ് ഞാൻ പോർബന്ദറിലെത്തുന്നത് രാത്രി ഒരു 10:30 മണിക്ക് ഒരു ബസ്സിലാണ്. അഹമ്മദാബാദിൽ നിന്ന് ട്രെയിൻ അഹമ്മദാബാദ് വരെ എത്തുന്നു. അഹമ്മദാബാദിലേക്ക് ട്രെയിൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബോംബെയിൽ നിന്ന് ഞാൻ എടുത്തത് അവിടെ AC ടിക്കറ്റായിരുന്നു. AC ടിക്കറ്റ് എനിക്ക് അവിടെ എത്തിയപ്പോൾ ടിക്കറ്റ് കൺഫേം അല്ലെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ TTയുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് തരുന്നു. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് യാത്ര പുറപ്പെട്ടൊരു ഫസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ അത് ജനറൽ കമ്പാർട്ട്മെൻറ്റിനേക്കാളും കൂടുതൽ ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു കമ്പാർട്ട്മെൻ്റ് ആവുന്നു. എൻ്റെ ബാഗ് എടുത്ത് ഞാൻ മടിയിൽ വെക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു യാത്ര.